CC പ്ലാന്റ് പോട്ടിൽ നമുക്ക് നിറച്ചും ബേബി പ്ലാന്റുകൾ ഉണ്ടാക്കാം കേട്ടോ. അതേപോലെ വെള്ളത്തിൽ നമുക്ക് CC പ്ലാന്റിൻ്റെ ഇലകൾ വെച്ച് വളർത്തിയെടുത്ത് നട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോട്ട് നിറച്ചും തിങ്ങി നിറഞ്ഞ് കുഞ്ഞു ബേബി പ്ലാന്റുകൾ വരികയും അത് പെട്ടെന്ന് തന്നെ വലുതായി വന്ന് പോട്ടിൽ തിങ്ങി നിറയുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഇലകൾ നമുക്ക് CC പ്ലാന്റ് ബ്ലാക്കോ അല്ലെങ്കിൽ മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റിയോ അല്ലെങ്കിൽ ഗ്രീനോ ഏത് വെറൈറ്റി നമുക്ക് ഇതേപോലെ ഇല കുത്തി മുളപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ബേബി പ്ലാന്റുകൾ നമുക്ക് ചട്ടി നിറച്ചുണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ നമ്മൾ ഇതേപോലെ ഇലകൾ നട്ടെടുത്താണ് കേട്ടോ. അതേപോലെ തന്നെ തണ്ട് മുറിച്ച് നടുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവർ ഹോം പേജിൽ ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ തണ്ട് മുറിച്ച് നടുന്ന സമയത്ത് ഒരുപാട് തണ്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചെടിയിൽ ഒരുപാട് ഇലകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇല നടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബേബി പ്ലാന്റുകൾ വരികയും അതേപോലെ തന്നെ നമുക്ക് ചട്ടി നിറച്ചും തിങ്ങി നിറഞ്ഞ് നമുക്ക് പ്ലാന്റുകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നമ്മൾ ഇതേപോലെ ഇല നട്ടതിന് ശേഷം നമുക്ക് കണ്ടോ തൈകളായിട്ട് വന്നതാണ്. അതിനുശേഷം കണ്ടോ തിങ്ങി നിറഞ്ഞ് ചട്ടിയിൽ വരാൻ തുടങ്ങിയിട്ട് ചെറിയ ചട്ടിയിലാണെങ്കിൽ പോലും ഈ വലിയ ചട്ടിയിലൊക്കെ കണ്ടോ നിറച്ചും നമ്മൾ കുഞ്ഞു ബേബി പ്ലാന്റുകൾ വരുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ നട്ടെടുത്ത് കഴിഞ്ഞാൽ ബേബി പ്ലാന്റുകൾ ചട്ടിയിൽ തിങ്ങി നിറയും. അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ പിന്നീട് ഒരുപാട് പ്ലാന്റുകളായിട്ട് വരും. അത് വളരെ ബുഷും തിക്കുമായിട്ട് നമുക്ക് വളർത്താനും പറ്റുന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകം നോക്കുന്ന സമയത്ത് വലിയ വലിയ ചെടികളായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇല നട്ട് നമുക്ക് മുളപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. അതേപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിൽ ബേബി പ്ലാന്റ് ഒന്നും അധികം വരില്ല. അതേപോലെ തന്നെ ഇലയൊക്കെ മഞ്ഞ കളറായി പോകാനും വളർച്ച മുരടിച്ച് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പോട്ട് മിക്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് അഴുകി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഈ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1/2 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെയോ 2 ലിറ്ററിൻ്റെയോ വാട്ടർ ബോട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലേ. അതിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ അടിഭാഗത്തേക്ക് ക്രോസായിട്ട് രണ്ട് ഭാഗത്തും ഒരു 1/4 ഇഞ്ച് താഴ്ചയ്ക്ക് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് ഈ ഒരു ബോട്ടിൽ നിന്ന് എടുത്ത് കളയുക. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനും അതേപോലെ തന്നെ ശ്രദ്ധിച്ച് കേട്ട് അതേപോലെ തന്നെ ചെയ്താൽ ആണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് താഴ്ഭാഗത്തേക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈർക്കളാണ്. അപ്പോൾ തെങ്ങിൻ്റെ ഓലയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഈർക്കൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ കുപ്പിയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരുവശങ്ങളിലേക്കും കുറച്ച് നിൽക്കുന്ന രീതിയിൽ ഒരു 1.5 ഇഞ്ചെങ്കിലും നിൽക്കുന്ന രീതിയിൽ കുറച്ച് വലിയ പീസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഭാഗം നന്നായിട്ടൊന്ന് കൂർപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല ഷാർപ്പായിട്ടൊന്ന് ഇതേപോലെ കൂർപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇലകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് നന്നായിട്ട് വൃത്തിയാക്കി വെക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇരിക്കട്ടെ. ഇനി ഇല എടുക്കുന്ന സമയത്ത് ഇളയ ഇതേപോലത്തെ തണ്ടൊന്നും എടുക്കരുത്. കുറച്ച് നന്നായിട്ട് മൂത്ത ഈ ഒരു തണ്ട് കണ്ടോ, ഇതേപോലത്തെ നിന്നൊക്കെ നമ്മൾ ഇലകൾ എടുത്ത ഭാഗങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അടിഭാഗത്തു നിന്നൊക്കെ ഇലകൾ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള തണ്ടുകൾ മൂത്തത് വേറെയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ചധികം ഇലകൾ എടുക്കാം. അപ്പോൾ ഇലകൾ എടുക്കുന്ന സമയത്ത് മിനിയേച്ചർ ടൈപ്പിൻ്റെയോ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെയോ ഗ്രീൻ്റെയോ ഒക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ വളരെയധികം ഭംഗിയായിരിക്കും കേട്ടോ. ഇതേപോലെ തണ്ട് കണ്ടോ നമ്മൾ മുറിച്ചെടുത്ത് നടുന്ന വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇനി മുറിച്ചെടുത്ത് നടാനാണ് താല്പര്യം അങ്ങനെ ചെയ്യാം. അപ്പോൾ നടുന്ന സമയത്ത് തണ്ടൊക്കെ കുറവായിരിക്കുമല്ലോ, ഇല ചെടിയിൽ കൂടുതലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇല നടുന്നതാണ് എപ്പോഴും നല്ലത്. പെട്ടെന്ന് നമുക്ക് ബേബി പ്ലാന്റ് കിട്ടുകയും അതേപോലെ തന്നെ ചട്ടി നിറച്ച് നമുക്ക് പ്ലാന്റ് ആക്കി എടുക്കാനും ഏറ്റവും സുഖം അതേപോലെ ഇല നടുന്നതാണ്. അപ്പോൾ ഇല അതേപോലെ നമ്മൾ ഈ തണ്ടിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വെച്ച് കട്ട് ചെയ്യുക, തണ്ട് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ട് വരുമല്ലോ, അതിൻ്റെ ഒരു പകുതി ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എത്രത്തോളം ഇലകളാണോ ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 15 or 10 ഇലകളെങ്കിലും നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് മറന്നു പോകരുത്. ഇനിയിപ്പോൾ 2-3 ഇലയൊക്കെ ഉള്ളെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. കൂടുതൽ ഇലകളുണ്ടെങ്കിൽ കൂടുതൽ പ്ലാന്റുകൾ പെട്ടെന്നാവുകയും ആ നട്ട് വലിയൊരു പോട്ടിൽ നമുക്ക് കൂടുതൽ ഒരു 15 ഇല നട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വലുതായി വരും.
അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ, നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇല ഇതേപോലെ വെള്ളത്തിൽ വെച്ച് നടുന്ന സമയത്ത്, അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് നമ്മൾ ഇതിൽ ബൾബുകൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റുള്ളൊരു സ്ഥലത്ത് വെക്കരുത്. നമ്മൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കണം. അത് ആദ്യം എടുത്ത് പറയുകയാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് ബൾബ് ഫോമായിട്ട് വരുള്ളൂ ഇലയിൽ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു ബോട്ടിലേക്ക് വെള്ളം, നല്ല ശുദ്ധമായ ജലം, നമ്മൾ കിണറിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ പൈപ്പിലൊന്നും വരുന്നത് വെള്ളം എടുക്കരുത്, കിണർ വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇലകൾ കണ്ടോ, അതേപോലെ നമുക്ക് ഒരുപാട് ഇലകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ 2-3 ബോട്ടിലുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കാം. നമുക്കൊരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഇതിൽ ബൾബ് ഫോമായിട്ട് വേരൊക്കെ ആയിട്ട് വരും. അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് കെയർ ടിപ്സുകൾ കൂടി അവസാനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ വെള്ളത്തിൽ ഒരു പകുതി ഭാഗമെങ്കിലും വെള്ളത്തിലേക്കും പകുതി ഭാഗം മുകളിലേക്ക്, വെള്ളത്തിൻ്റെ മുകളിലേക്കുമാണ് നിൽക്കേണ്ടത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഈർക്കലിലേക്ക് കോർത്ത് കൊടുക്കുക. ഈ ഒരു ഇല ഇതേപോലെ കുത്തി കോർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. 2 ഭാഗത്തും ചെറിയൊരു പീസ് കട്ട് ചെയ്ത് നമ്മൾ ബോട്ടിലിൻ്റെ എടുത്ത് മാറ്റിയിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഈർക്കൽ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇളകി മാറി ഇതൊന്ന് പെട്ടെന്നൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇല അങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അടുപ്പിച്ച് വെക്കരുത്. ചെറിയൊരു കാറ്റൊക്കെ അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ ഈ ഇലയിൽ കിട്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അവസാനം നമ്മൾ ഇതൊന്ന് കറക്റ്റാക്കി ചെയ്തതിന് ശേഷം ഒന്ന് അടുപ്പിച്ച് വെക്കാതെ കുറച്ച് വിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുന്നു. വെള്ളത്തിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് കൊക്കോപ്പീറ്റ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. നമുക്കൊരു 2-3 നുള്ള് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഇട്ട് കൊടുക്കരുത്. അത് ഈ കൊക്കോപ്പീറ്റ് നന്നായിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നിൽക്കുകയും അതേപോലെ തന്നെ ഈ വേര് വരുന്ന സമയത്തൊക്കെ അത് ഇതേപോലെ കണ്ടോ, ഈ ഒരു വേരിൽ നമുക്ക് പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ചെടി വളരുകയും ചെയ്യും. നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് വേരൊന്നും അഴുകാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ വേരൊക്കെ ആയി ബൾബൊക്കെ ഫോം ചെയ്ത് ഇതേപോലെ എത്ര വേരൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് നല്ലൊരു പോട്ടി മിക്സ്, പകുതി ഭാഗത്തേക്ക് മണലും പകുതി ഭാഗത്തേക്ക് മണ്ണ്, അല്ലെങ്കിൽ പകുതി ഭാഗത്തേക്ക് മണ്ണ് പകുതി ഭാഗത്തേക്ക് ചകിരിച്ചോറ്, ഇതേപോലെ പകുതി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ബൾബ് അവിടെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഉണ്ടാക്കി അതിലേക്കിത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെയാണ് ബൾബ് വരിക ഇലയിൽ. അപ്പോൾ നമ്മൾ ഈ CC പ്ലാന്റിൻ്റെ എല്ലാത്തിനും ചുവട്ടിൽ ഒരുപാട് ബൾബുകൾ വലുതുണ്ടാവും. ഇതിലൊക്കെ നമ്മൾ പിന്നെ എന്താ പറയുക, ഈ ഒരു ബലൂണിൽ വെള്ളം നിറച്ച് വെച്ച ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. അതിന് ചെടിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഒരു ബൾബിൽ നിന്നൊക്കെ അതെടുത്ത് കുറേ കാലത്തേക്ക് നിൽക്കും. അപ്പോൾ നമ്മൾ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇതിൽ പെട്ടെന്ന് കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നെ സ്റ്റോർ ചെയ്യാൻ കഴിയാതെ വരുമ്പം ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഈ ഒരു ബൾബ് മൊത്തമായിട്ട് അഴുകിപ്പോവുകയും അതിനുശേഷം ചെടി മഞ്ഞ കളറായിട്ട് അഴുകിപ്പോവുകയും തണ്ട് അഴുകിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന്. അപ്പോൾ പെട്ടെന്ന് അഴുകിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറഞ്ഞു പോയാലും ഈ ഒരു പ്ലാന്റ് വാടിപ്പോവാനും ഇല്ലെങ്കിൽ ഇലകൾ മഞ്ഞ കളറായി പോകാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടോ, ഘട്ടമായിട്ട് ഇല നട്ടു കൊടുത്തു. അതിന് ശേഷം അതിലിപ്പോൾ ചെറിയ കുഞ്ഞു ബേബി പ്ലാന്റ് വന്നു. ഇപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കമ്പ് നട്ടു. അതിലിപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ബേബി പ്ലാന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒന്നായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ചുറ്റുഭാഗത്ത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബൾബ് ഫോം ആയതിനു ശേഷം നട്ടു കൊടുക്കാം. അപ്പോൾ പിന്നീട് ബേബി പ്ലാന്റായി വരികയും ആ ഒരു ചെടി നല്ല ഭംഗിയുള്ളൊരു ചെടിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ദുർഗന്ധമില്ലാത്ത നല്ലൊരു വളക്കൂടിയും ചെയ്ത് കൊടുക്കാം കേട്ടോ. മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക, അതിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെയധികം റിസൾട്ടായിട്ട് നന്നായിട്ട് ചെടി വളർന്നു വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. ബേബി പ്ലാന്റൊക്കെ വരാനായിട്ട് നല്ലൊരു വളമാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാം. നല്ല വീഡിയോ, നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ